നമസ്കാരം. വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ ഗാന്ധി നിന്ദാ പ്രസംഗം. PV ഗോപിനാഥിനെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹൻ. ED തന്നെ അഴിമതി നടത്തുന്നുവെന്ന് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി. വിശദമായ അന്വേഷണങ്ങൾ നടക്കട്ടെ എന്നും MA ബേബി. പഹൽഗാം ഭീകരാക്രമണം, സുരക്ഷാ വീഴ്ചയിൽ ഗൗരവമായി ചർച്ച നടക്കണം. വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് പരാജയം സംഭവിച്ചുവെന്ന് MA ബേബി. ദേശീയപാത 66-ൽ ക്രമക്കേട്, മണ്ണിടിച്ചിൽ രൂക്ഷം, പ്രതിഷേധിച്ച നാട്ടുകാർ. ബന്ധപ്പെട്ടവർ ഇടപെട്ടെന്ന് M വിജിൻ MLA. ദേശീയപാതയിൽ പ്രശ്നങ്ങൾ സംബന്ധിച്ച് അതോറിറ്റി. പലയിടങ്ങളിലും വിണ്ടുകീറലും മണ്ണിടിച്ചിലും. കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ബേസിക് പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ വർക്ക്ഷോപ്പ് നടന്നു. ടെലി സമ്മർ കോൺ 2025-ൽ നിരവധി ആരോഗ്യ പ്രവർത്തകർ പങ്കെടുത്തു. വൈദ്യശാസ്ത്ര രംഗത്ത് പുതുചരിത്രമെഴുതി കിം ശ്രീചന്ദ്ര. ലാർജ് വെൻട്രൽ ഹെർണിയ റോബോട്ടിക് ശസ്ത്രക്രിയയിലൂടെ ഭേദമാക്കി. നോക്കാം വിശദമായ വാർത്തകൾ. ഗാന്ധി നിന്ദാ പ്രസംഗം. PV ഗോപിനാഥിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹൻ. ഗാന്ധി സ്തൂപം അടുക്കളയിൽ പോലും പണിയാൻ വിടില്ല എന്ന് പറഞ്ഞ CPM-നെതിരെ പ്രചാരണം നടത്തും. 1000 വീടുകളുടെ പൂമുഖത്ത് ഗാന്ധിജിയുടെ ഛായാചിത്രം സ്ഥാപിച്ചാണ് പ്രചാരണമെന്നും വിജിൻ മോഹൻ പറഞ്ഞു. അതേസമയം മലപ്പട്ടം വിഷയത്തിൽ CPM DYFI നേതാക്കൾക്കെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് യൂത്ത് കോൺഗ്രസ് പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ഗാന്ധി നിന്ദ പ്രസംഗം നടത്തിയ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VP ഗോപിനാഥിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ മലപ്പട്ടത്ത് കൊലവിളി പ്രസംഗം നടത്തിയ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെതിരെയും DYFI നേതാവ് സരിൻ ശശിക്കെതിരെയും യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി. ഞങ്ങൾക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് പ്രകോപനപരമായ ഒരു മുദ്രാവാക്യം, ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതാണ്. ആ മുദ്രാവാക്യത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ ഓൺ ചെയ്തിട്ടില്ല. ഞങ്ങൾ അതിനെ തള്ളിപ്പറഞ്ഞു. ആ മുദ്രാവാക്യം ശരിയല്ല എന്നുള്ളത് ഞങ്ങളത് സമ്മതിച്ചു കളഞ്ഞു. പക്ഷേ ഈ പ്രസ്താവന നടത്തിയ PV ഗോപിനാഥിന്റെ ഈ ഗാന്ധി വിരുദ്ധ പ്രസ്താവന CPIM-ന്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടിയാണോ ഈ പ്രസ്താവന നടത്തിയത് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഗാന്ധി സ്തൂപം അടുക്കളയിൽ പോലും പണിയാൻ വിടില്ല എന്ന് പറയുന്ന CPIM-ന്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ പ്രസ്താവന, ആ പ്രസ്താവനക്കെതിരെ ഗാന്ധി വീടിൻ്റെ അടുക്കളയിലല്ല ഓരോ വീടിൻ്റെയും പൂമുഖത്തും പ്രകാശം പരത്തും എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ജില്ലയിലുടനീളം 1000 വീടുകളിൽ ഗാന്ധി ഭവനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയാണ്. വീടുകൾക്ക് മുമ്പിൽ മഹാത്മാഗാന്ധിയുടെയും ഈയിടെ നടന്ന ഒരു സംഭവ വികാസം എന്നുള്ള നിലയ്ക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര്, നെഹ്റു യുവകേന്ദ്രയുടെ പേര് ഉൾപ്പെടെ മാറ്റാൻ നോക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടും ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ഛായാചിത്രങ്ങൾ 1000 വീടുകളുടെ പൂമുഖത്ത് പതിപ്പിക്കുവാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ഒരു പരിപാടിക്ക് പരിപാടി കൂടി ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. യുവജനക്ഷേമ ബോർഡിന്റെ ജില്ലാ കോർഡിനേറ്ററായ സരിൻ ശശി തൽസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല, ഇയാളെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്കും പരാതി നൽകും. യുവജനക്ഷേമ ബോർഡിന്റെ ജില്ലാ കോർഡിനേറ്റർ സ്ഥാനത്തിരുന്നു കൊണ്ട് പരസ്യമായി ചെറുപ്പക്കാരെ കൊല്ലും എന്ന് പറയുന്നത് എന്ത് യുവജനക്ഷേമമാണ് എന്നുള്ളത് സരിൻ ശശി വ്യക്തമാക്കണം. അടിയന്തരമായി അദ്ദേഹം ആദ്യമായിട്ടല്ല ഇത്തരം ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. മുമ്പ് TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ ആ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. അതുകൊണ്ട് അടിയന്തരമായി അദ്ദേഹത്തെ യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം എന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി ഞങ്ങൾ ഗവർണറെ ഉൾപ്പെടെ സമീപിക്കുന്നതാണ്. മലപ്പട്ടം പഞ്ചായത്തിൽ CPM നടത്തിയ മണൽക്കടത്ത് അഴിമതി കേസിന്റെ വിചാരണ നടക്കുന്നതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് CPM അക്രമം നടത്തിയത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും സ്ഥലം MLA-യുമായ MV ഗോവിന്ദന്റെ മൗന അനുവാദത്തോടെയാണ് ഇതെല്ലാം നടന്നത്. മലപ്പട്ടത്തെ പദയാത്രയിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോട്ടോ എടുത്ത് അവരെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്ത് CPM പ്രചരിപ്പിക്കുന്നുമുണ്ട്. പോലീസും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. തളിപ്പറമ്പിലെ ഇർഷാദിന്റെ വീട് ആക്രമിച്ച പ്രതികളെ പിടികൂടാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. ഇനിയും നിഷ്ക്രിയത തുടർന്നാൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും വിജിൻ മോഹൻ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട്, അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ്, വരുൺ MK എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. അഴിമതി പുറത്തു കൊണ്ടുവരേണ്ട ED തന്നെ അഴിമതി നടത്തുകയാണെന്ന് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
EDയെ ഇത്രയും കാലം രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നും ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണിതെന്നും ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടക്കട്ടെ എന്നും ബേബി പറഞ്ഞു. ഈ ED എന്ന് പറയുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന കേന്ദ്ര അന്വേഷണ സംഘത്തെ രാഷ്ട്രീയമായി ഒരുപാട് കാലമായി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ രാഷ്ട്രീയ ദുരുപയോഗപ്പെടുത്തലിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ എല്ലാവരും ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ EDയുടെ നേരെയുള്ളൊരു പ്രതിഷേധമാണ് അത് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അപ്പോൾ അവർക്ക് പോലും മനസ്സിലായിരിക്കുന്നു എന്താണ് ED. ഇപ്പോൾ അഴിമതി തടയാൻ കൂടി ഉദ്ദേശിക്കപ്പെട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ അഴിമതിക്കാരാണ് എന്ന് വ്യക്തമാവുന്ന തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്ന് പറയുമല്ലോ, വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുമല്ലോ, ഏതാണ്ട് അതുപോലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ അന്വേഷണം പുരോഗമിക്കട്ടെ, കൂടുതൽ വസ്തുതകൾ വരട്ടെ. ഇപ്പം ഒരു പ്രഥമ വിവര റിപ്പോർട്ട് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായത് ഗൗരവമായി ചർച്ച ചെയ്യണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. 2 തരത്തിലുള്ള സുരക്ഷാ വീഴ്ച കാശ്മീരിലുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. 7 കിലോമീറ്റർ അപ്പുറത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലത്തു നിന്നും സൈന്യം ആക്രമണം നടന്ന സ്ഥലത്തേക്ക് എത്താൻ 1 മണിക്കൂർ എടുത്തു. സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പരാജയപ്പെട്ടുവെന്നും MA ബേബി പറഞ്ഞു. ഏപ്രിൽ 22 പുൽവാമയിൽ ഉണ്ടായ അത്യന്തം ദാരുണവും അത്യന്തം സ്തോഭജനകവുമായ ഒരു കൂട്ടം തീവ്രവാദികളുടെ ഭീകര പ്രവർത്തനവും നിഷ്കളങ്കരായ 26 പേരെ കൊന്നൊടുക്കിയ ക്രൂരകൃത്യവും ഭീകര പ്രവൃത്തിയുമാണ്. അതിനെ തുടർന്നുള്ള സംഭവവികാസങ്ങൾ. ഇതിൽ ആ ഭീകരവാദികളുടെ പ്രവർത്തനത്തെ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എതിർത്തു, അപലപിച്ചു. ഭീകരവാദം അമർച്ച ചെയ്യാൻ വേണ്ടി ഉചിതമായ നടപടിയെടുക്കാം. ഇന്നിപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ ആശ്രയിക്കുക മാർഗമുള്ളൂ. ഇവർ വെടിയേറ്റ് 26 പേരെ ഒന്നൊന്നായി അവരെ ചോദ്യം ചെയ്ത് അവരുടെ മതം എന്താണെന്ന് സ്ഥിരീകരിച്ചിട്ട് കൊല്ലുകയാണ്. സാധാരണ ഇതിൽ ഭീകരാക്രമണം വന്ന് കുറച്ചുപേരെ കൊലപ്പെടുത്തിയിട്ട് രക്ഷപ്പെടുകയാണ്. ഇത് ആളുകളെ വിളിച്ചുകൂട്ടി നിർത്തി ചോദിച്ച് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഏത് മതത്തിൽപ്പെട്ടവരാണെന്നെല്ലാം ചോദിച്ച് വർഗീയ വിഭജനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഭീകരവാദികൾ സമയമെടുത്ത് ഈ കൊലപാതകം മുഴുവൻ പൂർത്തീകരിക്കുന്നത്. എന്നിട്ട് അവർ രക്ഷപ്പെടുന്നു. അവരൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ രണ്ടാമത്തെ സുരക്ഷാ വീഴ്ചയാണ്. അവിടുത്തെ വിനോദസഞ്ചാരികളെ സംരക്ഷിക്കാൻ വേണ്ട സുരക്ഷ ഒരുക്കുവാൻ നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും പരാജയപ്പെട്ടു. സുരക്ഷാ സേനയ്ക്ക് 2 ഘട്ടത്തിൽ പോരായ്മയുണ്ടായി. ഭീകരവാദികൾ കടന്നുവരാൻ സാധ്യതയുള്ള സ്ഥലമായിട്ടും അത് തടയാനുള്ള നീക്കമുണ്ടായില്ല. ഭീകരവാദികൾ സമയമെടുത്ത് ജാതി ചോദിച്ച് കൊലപാതകം നടത്തിയ ശേഷം രക്ഷപ്പെട്ടു. 7 കിലോമീറ്റർ അപ്പുറത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലത്തു നിന്നും സൈന്യം ആക്രമണം നടന്ന സ്ഥലത്തെത്താൻ 1 മണിക്കൂർ എടുത്തു. സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പരാജയപ്പെട്ടു. കാശ്മീരിൽ പൂർണ്ണ സുരക്ഷ എന്ന് അവർ അവകാശപ്പെടുമ്പോൾ ഇന്ത്യൻ സുരക്ഷാ സംവിധാനത്തിന്റെ ദയനീയമായ തകർച്ചയാണ് ഉണ്ടായത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം രാജ്യത്തിനകത്ത് ഏതെങ്കിലും മതവിഭാഗത്തിനെതിരെ സ്പർദ്ധ വളർത്താനുള്ള വർഗീയ നീക്കമാകരുത്. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പകരം പ്രത്യേക സംഘത്തെ വിദേശത്തേക്ക് അയക്കുകയാണ്. ഇതിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിലും വീഴ്ചയുണ്ടായി. അംഗങ്ങളെ BJP തീരുമാനിക്കുന്ന നിലയിലായിരുന്നു. ഇത് കോൺഗ്രസിൽ വലിയ പ്രശ്നമുണ്ടാക്കിയെന്നും ബേബി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് കുപ്പത്ത് ദേശീയപാതയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ഇന്നലെ കനത്ത മഴയിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66 നിന്ന് ചെളിയും മണ്ണും സമീപത്തെ റോഡിലും വീടുകളിലും ഒഴുകിയെത്തിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് നിലവിലെ ദേശീയപാത രാവിലെ നാട്ടുകാർ ഉപരോധിച്ചു. ദേശീയപാത 66 നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ചെളിയും മണ്ണും ഒഴുകിയെത്താൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ദേശീയപാതയ്ക്ക് സമീപം വ്യാപക മണ്ണിടിച്ചിലെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തളിപ്പറമ്പ് കുപ്പത്താണ് സംഭവം. ദേശീയപാതയിൽ നിന്നുള്ള മണ്ണ് വീടുകളിലേക്ക് വ്യാപകമായി എത്തുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധിച്ചു. RTO അടക്കം വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് നാട്ടുകാർ ഉപരോധം അവസാനിപ്പിച്ചത്. മണ്ണിടിച്ചിലിൽ കൃത്യമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് നാട്ടുകാർ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേള.
സ്ട്രോക്കിനെ ഫാസ്റ്റായി നേരിടാൻ ആസ്റ്റമിംസ് കണ്ണൂർ. ശരീരത്തിന്റെ ഒരു വശം പെട്ടെന്ന് തളർന്നു പോവുക, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുക, ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. ശ്രദ്ധിക്കുക, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. സ്ട്രോക്കിന് കാരണമായ രക്തക്കെട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ത്രോംബക്ടമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ്. സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ 24/7 സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ആസ്റ്റമിംസ് കണ്ണൂർ. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തകളിലേക്ക്. കണ്ണൂർ കുപ്പം ദേശീയപാത മണ്ണിടിച്ചിൽ വിഷയത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ടെന്ന് M. വിജിൻ MLA. പ്രശ്നപരിഹാരത്തിന് ജില്ലാ കളക്ടർ തളിപ്പറമ്പ് RDOയെ ചുമതലപ്പെടുത്തി. RDO, നാഷണൽ ഹൈവേ പ്രൊജക്ട് മാനേജർ എന്നിവർ സ്ഥലത്ത് പരിശോധന നടത്തും. എന്നാൽ സ്ഥലത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ തുടരുന്നു. ഇപ്പോൾ നമുക്കറിയാം, അപ്രതീക്ഷിതമായി ഉണ്ടായ ശക്തമായ മഴ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ 2 ദിവസമായി തുടർച്ചയായി ശക്തമായ മഴ, അത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ പ്രവൃത്തി നടക്കുന്ന മേഖലകളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ വളരെ പ്രധാനമായി ഉണ്ടായത് നമ്മുടെ സർവീസ് റോഡ് ഉൾപ്പെടെ പാസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ ഭാഗമാണ് റോഡിലേക്ക്, നിലവിലുള്ള പഴയ ഹൈവേയിലേക്ക് അടർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് അടർന്ന് വീഴുക മാത്രമല്ല, അതിനോടൊപ്പം താഴെ പ്രദേശത്തുള്ള വീടുകളിലേക്ക് ഉൾപ്പെടെ ഈ ചളി നിറഞ്ഞ വെള്ളം അത് കുത്തിയൊലിച്ചു പോകുന്ന പ്രശ്നങ്ങൾ അത് വളരെ ഗൗരവമായി തന്നെ ഗവൺമെന്റ് കാണുകയും അത് ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽ ആ വിഷയത്തെ അവതരിപ്പിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുമായിട്ട് ഈ വിഷയം സംസാരിച്ചു. അദ്ദേഹം ഇപ്പോൾ RDOയും അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേയുടെ പ്രൊജക്ട് ഡയറക്ടറെയും സ്ഥലം സന്ദർശിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കണ്ണൂരിലെ കുപ്പത്ത് ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ തുടരുകയാണ്. നിർമ്മാണത്തിനായി മണ്ണെടുത്ത കുന്നിന്റെ ഭാഗം വീണ്ടും ഇടിഞ്ഞു വീഴുന്നുണ്ട്. ജനങ്ങളിൽ ഇത് ആശങ്കയും ഭീതിയും ജനിപ്പിക്കും വിധമാണ് മണ്ണിടിച്ചിൽ നടക്കുന്നത്. വ്യാപക പ്രതിഷേധമാണ് വിഷയത്തിൽ ഉടലെടുത്തിട്ടുള്ളത്. രാവിലെ ദേശീയപാതയിൽ നാട്ടുകാരുടെ പ്രതിഷേധ സമരം നടന്നിരുന്നു. ഇന്നലെ കനത്ത മഴയിൽ നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66-ൽ നിന്ന് ചെളിയും മണ്ണും സമീപത്തെ റോഡിലും വീടുകളിലും ഒഴുകിയെത്തിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് നിലവിലെ ദേശീയപാത രാവിലെ നാട്ടുകാർ ഉപരോധിച്ചത്. ദേശീയപാത 66-ന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ചെളിയും മണ്ണും ഒഴുകിയെത്താൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ ഒരു സംഭവം ഈ ഒരു സ്ലോപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും, വളരെയധികം അപകടകര അവസ്ഥയിലാണ് ഈ ഒരു സ്ലോപ്പ് അടക്കം നിൽക്കുന്നത്. ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ മാത്രമല്ല, അപ്പുറത്ത് ഒട്ടനവധി വീടുകളുണ്ട്, ജനങ്ങളുണ്ട്. അവർ രാവിലെ മുതൽ ഇന്ന് പുലർച്ചെ മുതൽ മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവനും സ്വത്തിനോടക്കം ഭീഷണി വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഗവൺമെൻറ്റും അതുപോലെ തന്നെ മറ്റ് അധികാരികളും ഇതിന് ഉത്തരം പറയുക തന്നെ വേണം. രാവിലെ കൃത്യമായ ഒരു പ്രതിഷേധം ഈ നാട്ടിലെ പ്രദേശവാസികളുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അതിനെ തുടർന്ന് കലക്ടർ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ കലക്ടർ വന്നേ മതിയാവും. കലക്ടർ അതുപോലെ തന്നെ ഭരണകൂടം ഇതിന് കൃത്യമായി മറുപടി പറഞ്ഞേ തീരൂ. കാരണം ഇത് ജനങ്ങളുടെയും ഇവിടെ ജീവിക്കുന്നവരുടെയും യാത്രക്കാരുടെയും മൊത്തം ഒരു അവസ്ഥയാണ്, ദുരവസ്ഥയാണ്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി കണ്ടെത്തിയേ തീരൂ എന്നതാണ് നമുക്ക് പ്രദേശവാസികൾക്ക് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്. കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയിൽ പ്രശ്നങ്ങൾ സമ്മതിച്ച് ദേശീയപാത അതോറിറ്റി.
DPRൽ അപാകതകൾ ഉണ്ടെന്നും വെള്ളം വഴിതിരിച്ച് കൊപ്പംപുഴയിലേക്ക് വിടാനുള്ള സാധ്യത പരിശോധിക്കുകയാണെന്നും NHAE റെസിഡന്റ് എഞ്ചിനീയർ മനോജ് കുമാർ പറഞ്ഞു. ഇതുവരെയുള്ള ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കും. റോഡരികിൽ മണ്ണിടിച്ചിൽ ഉണ്ടെങ്കിലും അപകട ഭീഷണി ഇല്ലെന്നും കുന്നിടിച്ച സ്ഥലത്ത് നിന്ന് റോഡിലേക്ക് ആവശ്യമായ അകലമുണ്ടെന്നും മനോജ് കുമാർ കൂട്ടിച്ചേർത്തു. Already you have seen some channelization we have done for the water. We are protecting with the soil bag. Okay. So the further all the houses will be get protected from the heavy water. Okay. In the meantime, we are planning to divert the other catchment area water to other way. We will find with the help of local panchayat people and other places where we can put the storm water, so that further no such heavy water should come to this location. Soil protection we are doing, there is no such problem. Design is there, that will not collapse. The thing is, we have to take time, and with the time it will be get it done proper way, it will get done. We are doing our job. You have also seen from the last 2-3 days we are working very seriously here. Okay. So we have made the protection for the house people. First they should get out of problems. Main thing, diversion we have made already. So that is temporary measurement we have already taken. That is over. Okay. Means further some modifications we are doing, so that if any major water will come, it will go smoothly, flow smoothly. കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച ടെലി സമ്മർകോൺ 2025 ബേസിക് പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ വർക്ക്ഷോപ്പ് വിജയകരമായി സമാപിച്ചു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക് തലശ്ശേരി, IAP കേരളയുടെ ഇന്റൻസീവ് കെയർ ചാപ്റ്റർ എന്നിവയുടെ സഹകരണത്തോടെയാണ് BMH ഓഡിറ്റോറിയത്തിൽ വെച്ച് വർക്ക്ഷോപ്പ് നടത്തിയത്. ശിശുരോഗ ഗുരുതര പരിചരണത്തിൽ തങ്ങളുടെ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാൻ താൽപ്പര്യമുള്ള നിരവധി ആരോഗ്യ പ്രവർത്തകർ ഈ CME പ്രോഗ്രാമിൽ പങ്കെടുത്തു. വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടന ചടങ്ങ് വിജ്ഞാനപ്രദമായ പഠനത്തിനും പങ്കുവയ്ക്കലിനുമുള്ള ഒരുക്കങ്ങൾക്ക് വേദിയായി. വർക്ക്ഷോപ്പ് കോർഡിനേറ്ററും കൺസൾട്ടന്റ് BMH പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റുമായ ഡോക്ടർ അബ്ദുൾ റാവ് സ്വാഗതം പറഞ്ഞു. ഇത്തരത്തിലുള്ള സഹകരണാത്മക വിദ്യാഭ്യാസ സംരംഭങ്ങളുടെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റിയാസ് നടത്തിയ ഉദ്ഘാടന പ്രസംഗം ശിശുരോഗ ചികിത്സയിൽ തുടർച്ചയായ പ്രൊഫഷണൽ വികസനത്തിന്റെ നിർണായക ആവശ്യകതയെ ഊന്നി പറഞ്ഞു. Very important conference for Indian Academy of Pediatrics Kerala chapter. Indian Academy of Pediatrics Kerala chapter every year does updates in each subspecialty. This year it totals to 22 conference over the year, taking account of all the subspecialties. We just had a conference on intensive care at Wayanad 2 weeks back, and every other week there is a conference. But still, I think this particular workshop and the conference has a little more importance, because I think this part of the state has been devoid of critical care. ടെലിസമ്മർ പെഡിക്കോണിന്റെ സംഘാടക ചെയർമാൻ ഡോക്ടർ PP ജയഗോപാൽ തന്റെ പ്രസംഗത്തിൽ ശിശുരോഗ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു വിശാലമായ കാഴ്ചപ്പാട് തന്നെ കേൾക്കുന്നവർക്ക് നൽകി. കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ നാസർ EK, IAP സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഗോപി മോഹൻ, IAP തലശ്ശേരി ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് MK എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വർക്ക്ഷോപ്പ് കോർഡിനേറ്ററും കൺസൾട്ടന്റ് കോഴിക്കോട് BMH പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റുമായ ഡോക്ടർ അബ്ദുൾ റൌഫ്, ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റിയാസ്, ടെലിസമ്മർ പെഡിക്കോണിന്റെ സംഘാടക ചെയർമാൻ ഡോക്ടർ PP ജയഗോപാൽ, കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ നാസർ EK, IAP സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഗോപി മോഹനാർ, IAP തലശ്ശേരി ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് MK, IAP തലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ പ്രിയ എന്നിവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. വൈദ്യശാസ്ത്ര രംഗത്ത് പുതുചരിത്രം എഴുതി കണ്ണൂരിലെ കിംസ് ശ്രീചന്ദ് ആശുപത്രി. ലാർജ് വെൻട്രൽ ഹെർണിയ റോബോട്ടിക് ശസ്ത്രക്രിയയിലൂടെ മണിക്കൂറുകൾ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കിയതായി ഡോക്ടർമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയെ വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യാനായതായും ബന്ധപ്പെട്ടവർ പറഞ്ഞു. കേരളത്തിൽ 2-3 ആശുപത്രികളിലുള്ള റോബോട്ടിക് ഹെർണിയ സർജറി വടക്കൻ കേരളത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് കിംസ് ശ്രീചന്ദാണ്. ഇത്തവണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയിൽ ലാർജ് വെൻട്രൽ ഹെർണിയ റോബോട്ടിക് ശസ്ത്രക്രിയയിലൂടെ മണിക്കൂറുകൾ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാനായതായി കണ്ണൂർ കിംസ് ശ്രീചന്ദിലെ ഡോക്ടർമാർ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത്. ഈ പറയുന്ന
കീ ഹോൾ സർജറി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓപ്പൺ സർജറി ആയി കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ വലിയ ഹോൾ, ഇപ്പം 4 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു വലിയ ഹോളാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാപ്രോസ്കോപ്പി വെച്ചിട്ട് സ്റ്റിച്ച് കഴിയുമ്പോഴേക്ക് തന്നെ സർജൻ്റെ കൈയൊക്കെ വേദന വന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ കുറേ സമയം നമ്മൾ ഇതിനകത്ത് ഭയങ്കര സ്കിൽഡായിട്ടുള്ള ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കൈ വേദനിക്കും, നമ്മുടെ സ്കില്ല് ക്വാളിറ്റി കുറയും. അപ്പോൾ അവിടെയാണ് ഈ റോബോട്ടിക് സർജറി എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ റോബോട്ടിക് സർജറിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സർജൻ്റെ മൂവ്മെൻറ്റുകൾ അതേപോലെ റോബോട്ടിൻ്റെ ഹാൻഡുകൾ റെപ്ലിക്കേറ്റ് ചെയ്യും, അതേപോലെ അത് അനുകരിച്ചിട്ട് ചെയ്യും. അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ നമ്മൾ കൈകൊണ്ട് നമ്മൾ അതിന് സർജൻസ് കൺട്രോൾ എന്ന് പറയും. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ 2-3 വിരലുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവും, ഈ റിസ്റ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ റിസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പം റോബോട്ടിൻ്റെ ആം അതിനുള്ളിൽ ഇങ്ങനെ നീങ്ങുന്നുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് കൈ ഇത്രയല്ലേ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ റോബോട്ട് നമ്മളതിന് വീണ്ടും തിരിച്ച് കൈ ആക്കിയിട്ട് വീണ്ടും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ റോബോട്ടിൻ്റെ ആകുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വീണ്ടും അടുത്ത ഡിഗ്രിയിലേക്ക് നീങ്ങും. അപ്പോൾ റൂഫെല്ലാം സൂച്ചർ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു സ്ട്രെയിനും ഒരു പ്രഷറും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എത്ര വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും നമുക്ക് സ്ട്രെയിൻ ഇല്ലാണ്ട് മടുപ്പില്ലാണ്ട് നമുക്ക് സർജറി ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് നമ്മളൊരു സർജറി ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്ന രോഗി ആഗ്രഹിക്കുന്നത് എന്താണ്? സർജിക്കൽ പ്രിസിഷൻ അല്ലേ? അതിൻ്റെ ആ ക്വാളിറ്റി ഓഫ് സർജറി ആ രോഗിക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി.വി. ദേവരാജ്, ഡോക്ടർ കരിമ്പ സവരാജനിലഗർ, ഡോക്ടർ കെ. ശ്വേത ശ്യാം എന്നിവരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. രാവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയെ വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യാനും കഴിഞ്ഞതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ കിംസ് ശ്രീചന്ദ് യൂണിറ്റ് ഹെഡ് ഡോക്ടർ ടി.പി. ദിൽഷാദ്, ഡോക്ടർ പി. രവീന്ദ്രൻ, ഡോക്ടർ ടി.വി. ദേവരാജ്, ഡോക്ടർ കെ. ശ്വേത ശ്യാം എന്നിവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.